എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിലെ ബ്രിഡ്ജ് സൈറ്റ് മുതൽ മാമം പാലം വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. ആയങ്കോണം മുതൽ ബ്രിഡ്ജ് സൈറ്റ് വരെയുള്ള വീഡിയോ ഒരാഴ്ച മുന്നേ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ തെക്ക് സൈഡിൽ നിന്നാണ്. കൊല്ലം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ബ്രിഡ്ജ് സൈറ്റിൽ നിന്ന് ആയങ്കോണം ഡയറക്ഷനിലേക്കും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ബ്രിഡ്ജ് സൈറ്റിൽ നിന്നും മാമം ഡയറക്ഷനിലേക്കുമാണ് പോകേണ്ടത്. നദിക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. RKC എന്ന കമ്പനിയാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത് നടക്കുന്നത്. പാലത്തിൽ സർവീസ് റോഡുകൾ ഇല്ലാത്തതിനാൽ പാലം എത്തുന്നതിന് മുന്നേ ഒരു എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും നിർമ്മിക്കുന്നതായി കാണാം. പാലം എത്തുന്നതിന് മുന്നേ ഇടയാവനം ഭാഗത്ത് ഒരു ചെറിയ അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട്. ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ് ആണ്. ഈ അണ്ടർപാസിൻ്റെ മുകളിൽ കൂടിയാണ് മെയിൻ റോഡും സർവീസ് റോഡുകളും കടന്നു പോകുന്നത്. രണ്ട് സൈഡിലെയും സർവീസ് റോഡുകൾ നേരെ മെയിൻ റോഡിലേക്ക് വന്ന് മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നും സർവീസ് റോഡിൻ്റെ ഭാഗത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇപ്പോൾ വലത് സൈഡിലുള്ള സർവീസ് റോഡിലൂടെ കൊല്ലം ഡയറക്ഷനിലേക്കാണ് യാത്ര ചെയ്യുന്നത്. കുറച്ചു ദൂരം എത്തുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. ഇവിടെ ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്ത് നേരെ അണ്ടർപാസിൻ്റെ മുകളിലൂടെയായിരിക്കും വാഹനങ്ങൾ കടന്നു പോകുന്നത്. അണ്ടർപാസിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് മെയിൻ റോഡുമായി മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മറു സൈഡിലും ഇങ്ങനെയായിരിക്കും വരാൻ സാധ്യത. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇടയാവനം അണ്ടർപാസ്. സർവീസ് റോഡിൻ്റെ എൻഡിൽ നിന്നും നേരെ അണ്ടർപാസിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. സർവീസ് റോഡിന് തൊട്ട് മുന്നേ അമ്പലത്തിനോട് ചേർന്നുള്ള വഴിയിലൂടെ അണ്ടർപാസിലേക്ക് പോകാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് നേരെ കൊല്ലമ്പുഴ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൊല്ലമ്പുഴ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ രണ്ട് സൈഡിലും റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ചാണ് മണ്ണ് ഫില്ല് ചെയ്യുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊന്നും പൂർത്തിയായിട്ടില്ല. ഇടത് സൈഡിൽ മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ചെറിയ വഴി ആക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ കൊല്ലമ്പുഴ അണ്ടർപാസിനടുത്തേക്ക് പോകാം. ആറ്റിങ്ങൽ നിന്നും കൊല്ലമ്പുഴ വഴി മണനാക്ക് പോകുന്ന റോഡാണ് ഈ അണ്ടർപാസിനകത്തുകൂടി കടന്നു പോകുന്നത്. അണ്ടർപാസിനോട് ചേർന്ന് തന്നെ ഒരു ഡൈവേർഷൻ റോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ ആ റോഡ് വഴിയാണ് കടന്നു പോകുന്നത്.
കൊല്ലമ്പുഴ അണ്ടർപാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തതായി തിരുവാറാട്ട് ദേവീക്ഷേത്രത്തിൻ്റെ 2 സൈഡിലുമായി ഓരോ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നുണ്ട്. ഈ 3 അണ്ടർപാസുകൾ വളരെ അടുത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് കൊല്ലമ്പുഴ അണ്ടർപാസിൽ നിന്ന് ആരംഭിച്ചാൽ ദേവീക്ഷേത്രത്തിന് ശേഷമുള്ള അണ്ടർപാസ് കഴിഞ്ഞിട്ടായിരിക്കും വാഹനങ്ങൾ താഴേക്ക് എത്താൻ സാധ്യത. കൊല്ലമ്പുഴ അണ്ടർപാസിനും ദേവീക്ഷേത്രത്തിന് മുന്നേ ഉള്ള ആദ്യത്തെ അണ്ടർപാസിനും ഇടയ്ക്കായി ആറിവാൾ ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ അണ്ടർപാസിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിനോട് ചേർന്നുള്ള 2 അണ്ടർപാസിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുകയാണ്. ഇവിടെയും ആറിവാൾ ബ്ലോക്കുകൾ സ്ഥാപിച്ചിട്ടായിരിക്കും വർക്ക് പുരോഗമിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് 2ാമത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ്. അണ്ടർപാസിന് വേണ്ടിയുള്ള സ്റ്റീലിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്. ഈ അണ്ടർപാസിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ ഏറെക്കുറെ പുരോഗമിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ രാമച്ചംവിള ഡയറക്ഷനിലേക്ക് പോയി 2ാമത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകൾ കാണാം. ഇവിടെ കുറച്ച് ദൂരം വരെ മെയിൻ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ രാമച്ചംവിള ഭാഗത്തേക്ക് പോകാം. ആറ്റിങ്ങൽ ചിറയൻകീഴ് റോഡാണ് രാമച്ചംവിള ഭാഗത്തുകൂടി കടന്നു പോകുന്നത്. ഇവിടെ ഒരു ഓവർപാസാണ് നിർമ്മിക്കുന്നത്. ഓവർപാസിനാവശ്യമായിട്ടുള്ള ഗർഡറുകളുടെ കാസ്റ്റിങ്ങുകളും നടന്നിട്ടുണ്ട്. ഓവർപാസിന് വേണ്ടിയുള്ള പൈലിംഗ് ആണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. ഇനി ഇവിടെ നിന്നും നേരെ മാമം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്.
ഇവിടെയും കുറച്ച് ദൂരത്തേക്ക് മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും ഒക്കെ നിർമ്മാണ പ്രവൃത്തികൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കുന്നുപോലെയുള്ള ഭാഗമായിരുന്നു. സർവീസ് റോഡ് രണ്ടും കുന്നിൻ്റെ മുകളിലൂടെയും മധ്യഭാഗത്തെ മണ്ണ് പൂർണ്ണമായും മാറ്റി മെയിൻ റോഡ് അതുവഴിയായിരിക്കും കടന്നു പോകുന്നത്. ഇവിടെ വരെയാണ് വർക്കുകൾ പുരോഗമിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് മുന്നോട്ട് RKC കമ്പനിയുടെ മെറ്റീരിയൽ ഡംപിംഗ് യാർഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ മിക്സർ മെഷീനുകളും ഇവിടെ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മാമം നദിയോട് ചേർന്നുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ പൂർണ്ണമായും വയൽ പ്രദേശമാണ്. അതിനാൽ മണ്ണൊരുപാട് കൊണ്ടിട്ട് ഉയർത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ 500 മീറ്ററോളം ഭാഗത്ത് പുതുതായി ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന ആവശ്യം RKC കമ്പനി ഇപ്പോൾ ഗവൺമെൻറ്റിനോട് സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അത്ര ബലമില്ലാത്ത മണ്ണാണ്. അതുകൊണ്ട് ആറിവാൾ ബ്ലോക്കുകൾ ഉപയോഗിച്ച് ചെയ്താൽ ഭാവിയിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്ന നാഷണൽ ഹൈവേയിലേക്കാണ് കണക്റ്റ് ആവുന്നത്. ഇവിടെയും കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. മാമം മുതൽ കഴക്കൂട്ടം വരെയും കൊല്ലം ബൈപ്പാസിലെയുമൊക്കെ വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.